ഞാൻ മിനി ഭാസ്കർ, നിയമവകുപ്പിലെ അഡീഷണൽ ലോ സെക്രട്ടറിയാണ്. ബാലാവകാശ കമ്മീഷൻ രജിസ്ട്രാറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. കോവിഡ് സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാൻ ഇനി ബാക്കിയുണ്ട് എന്നുള്ള ഒരവസ്ഥയിൽ നോക്കുമ്പോഴാണ് ഇഗ്നോയുടെ MA സൈക്കോളജി വിളിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ അതിനൊന്ന് ചേർന്ന് കളയാം, അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊന്ന് അറിഞ്ഞു കളയാം. എക്സാം എഴുതണമെന്നോ പാസ്സാവണമെന്നോ ഒന്നും അന്ന് മനസ്സിലില്ല. ജസ്റ്റ് ഈ സബ്ജക്ട്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ ഇത് ശരിയാകും എന്ന ഉള്ള ഒരു അവസ്ഥയിൽ ഞാനിതിനെ കുറിച്ച് അഡ്മിഷൻ എടുത്തു. പഠിക്കാൻ സമയം ഒട്ടുമേ ഇല്ല. അപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ മാറി. ഇനി നടക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല. ആ സമയത്താണ് ലേൺവൈസിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഫേസ്ബുക്കിൽ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ ശരി, ഇനിയിപ്പോൾ അതൊന്ന് നോക്കിക്കളയാം. കാരണം എന്ന് വെച്ചാൽ മൊത്തം ടെസ്റ്റ് വായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇഗ്നോട് തന്നെ ക്ലാസ്സസ് കംപ്ലീറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഇരുന്ന് പഠിക്കാനുള്ള സമയം ഇല്ലാത്ത ഒരാളല്ലേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ ലേൺവൈസിൻ്റെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു, വിളിച്ചപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെൻറ്റർഷിപ്പോടുകൂടിയുള്ള പ്രോഗ്രാം ഉണ്ട്, മെൻറ്റർഷിപ്പ് ഇല്ലാത്ത പ്രോഗ്രാം ഉണ്ട്, നോട്ട്സ് മാത്രം എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും എനിക്ക് മെൻറ്റർഷിപ്പ് നടക്കുന്ന കഥയല്ല, മെൻറ്റർഷിപ്പ് ഇല്ലാത്ത ഒരു സംഭവം തന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അന്നത് ഫസ്റ്റ് ഇയറിൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്തു. അന്നൊന്നും വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. പലപ്പോഴും അവർ വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ കാശ് കൊടുത്ത് എടുത്തു വെച്ചിട്ട് ഒരിക്കലും നോക്കാതെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ സൈക്കോളജിയോട് അങ്ങേയറ്റം ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോ ആണ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഫസ്റ്റ് എൻട്രൻസ് ബാച്ചിൽ ട്രിവാൻഡ്രം ലോ കോളേജിൽ LLB പഠിച്ച ആളാണ്. അപ്പം ലോയുമായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റ് ആണല്ലോ സൈക്കോളജി എന്നുള്ളതും കൂടെയാണ് സൈക്കോളജി ചൂസ് ചെയ്യാനുള്ള ഒരു സംഭവം. പിന്നെ പരീക്ഷയ്ക്ക് ഫീസൊക്കെ അടച്ചു കഴിഞ്ഞപ്പം പതുക്കെ പൊടി തട്ടി ബുക്സും ഒക്കെ എടുത്തു. അതേപോലെ തന്നെ ലേൺവൈസ് ഓരോന്ന് കണ്ടു തുടങ്ങി. അതും തുടങ്ങിയിട്ടും പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഓഫീഷ്യൽ തിരക്ക്, വീട്ടിലെ അടുക്കള പണി, പ്രാർത്ഥന എല്ലാം കൂടെ ആയപ്പം നടക്കുമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഏതായാലും പരീക്ഷയ്ക്ക് 3 ദിവസം ഉള്ളപ്പോൾ ഞാൻ അങ്ങ് ലീവ് എടുത്തിട്ട് നിങ്ങളുടെ റെക്കോർഡിങ്ങിനെ കേട്ടുകൊണ്ട് മലക്കറിൽ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ റെക്കോർഡിങ് കേട്ടിട്ട് എൻ്റെ ഫോൺ വെള്ളത്തിൽ പോയിട്ട് ഒരു ഫോണും പോയി. അതാണ് അതിനകത്ത് ഉണ്ടായത്. അങ്ങനെ പഠിച്ചു. ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് വന്നപ്പോൾ ഫൈനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു. സെക്കൻഡ് ഇയർ ആയപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും അന്നൊക്കെ വിചാരിച്ചു ഇനിയെന്നും രാത്രി അരമണിക്കൂറെങ്കിലും നോക്കിയിട്ട് കിടക്കണം, ഇങ്ങനെ പോയാൽ പറ്റൂല, കുറച്ചുകൂടെ ഞാൻ തന്നെ ലൈവ് ആവണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അതും നടന്നില്ല. കാരണം എന്നും ക്ഷീണത്തോടുകൂടി വന്നിട്ട് ബാക്കി പണികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കിടക്കണം എന്നുള്ള ഒരു അവസ്ഥ മാത്രമാകുമ്പോൾ അതും പോയി. ഇതേപോലെ തന്നെ എക്സാമിന് ഫീസ് അടച്ചു. പിന്നെയും വിചാരിക്കും നോക്കണമെന്ന്, പക്ഷെ പറ്റിയിട്ടില്ല. എക്സാമിന് ഒരാഴ്ചക്ക് മുമ്പാണ് ഇതെല്ലാം തട്ടി പറക്കി. പലരും വിളിക്കും, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പലരും വിളിച്ചിട്ടുണ്ട്, എന്ത് ഇത് ഉപയോഗിക്കാത്ത. ഇപ്പോഴും റിസൾട്ട് വരുന്നതിന് തൊട്ട് തലേ ആഴ്ചയും നിങ്ങൾ എന്നെ എന്തുകൊണ്ട് ഇത് നോക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ റിസൾട്ടും വന്നു കഴിഞ്ഞു, റിട്ടേണിൻ്റെ എല്ലാം വന്നു കഴിഞ്ഞു, ഇനി വൈവയുടെയും ഇന്റേൺഷിപ്പിന്റെയും മാത്രമേ റിസൾട്ട് വരാനുള്ളൂ എന്നുള്ളത് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിസൾട്ട് വന്നു. അതുകൊണ്ടാണ് എനിക്ക് ഉടനെ അറിയിക്കണം എന്നൊരു ഓബ്ലിഗേഷൻ തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഇൻട്രസ്റ്റോടുകൂടി ഞാൻ എന്തേ നോക്കുന്നില്ല എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ റിസൾട്ട് വന്നു, നല്ല മാർക്കുണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്. പിന്നെ ഞാൻ 2002 ആണ്, ശരിക്കും 2022 സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തത്. 2024 ആയപ്പം കഴിഞ്ഞു. ഒരൊറ്റ പേപ്പറും ലാഗിങ് ഇട്ടിരുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പർ മാത്രം എനിക്ക് ഫസ്റ്റില് പിന്നെ എഴുതാനൊരു പേടിയുണ്ടായിരുന്നു. അത് ഡിസംബറിൽ എഴുതി തീർത്തു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് വന്ന് ഡിസംബറിൽ എഴുതി, അപ്പം തന്നെ കിട്ടി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എഴുതി അപ്പം തന്നെ എല്ലാം തന്നെ കിട്ടി. എൻ്റെ സ്വദേശം കൊല്ലമാണ്. കൊല്ലത്ത് അപ്പർ പ്രൈമറി വരെ പഠിച്ചിട്ട് അച്ഛൻ അഡ്വക്കേറ്റ് ആയിരുന്നു.
പുനലൂര്. അവിടെയാണ് ഞാൻ ഹൈസ്കൂളും പ്രീ ഡിഗ്രിയും പഠിക്കുന്നത്. പുനലൂർ എസ് എൻ കോളേജിലും സെൻറ് സ്കൂളിലുമാണ് സ്കൂളിംഗ് കഴിഞ്ഞത്. LLB കഴിഞ്ഞിട്ട് LLM കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. UGC നെറ്റ് ഹോൾഡറാണ്. പക്ഷെ ആദ്യം കിട്ടിയ ജോബ് സെക്രട്ടേറിയറ്റിലെ ലീഗൽ അസിസ്റ്റന്റ് ആണ് എന്നിരിക്കെ അമ്മയും ബാക്കി റിലേറ്റീവ്സും എല്ലാവരും കൂടെ പറഞ്ഞു, ഇനിയൊരു ട്രാൻസ്ഫർ ബാക്കിയൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ, ഇവിടെ തന്നെ കൂട്, മറ്റേത് ഇഷ്ടമാണെങ്കിലും ഇനി റിട്ടയർമെന്റോ ബാക്കിയോ കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്നുള്ളത്. ഈ സൈക്കോളജി എടുക്കാനുള്ള ശരിയായ ഇൻട്രസ്റ്റ് ഇത് എന്തോ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ ഇത് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് കോവിഡിന്റെ ആ ഒരു സമയത്തിൽ ഇനി ഇതേപോലെ അടച്ചിരിക്കേണ്ടി വരുമ്പം എന്തെങ്കിലുമൊക്കെ നോക്കണമല്ലോ എന്നുള്ളതാണ്. എങ്കിലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസിന്റെ മനസ്സിലുണ്ട്. പ്രാക്ടീസിലെ കക്ഷികളെ പിന്നെ കൊണ്ടുവരുമ്പം തന്നെ അവരുടെ സൈക്കോളജിയും ബാക്കിയൊക്കെ പോകണം. പിന്നെ ഒരു ഫ്രീ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് തുടങ്ങണം എന്നുണ്ട്. അതിലും ഉപരിയായിട്ട് കോളേജിലൊന്നുകൂടെ പ്രൈവറ്റ് കോളേജസിൽ എവിടെയെങ്കിലും കയറി പഠിപ്പിക്കണം എന്നുണ്ട്. അപ്പൊ ഇത്രയും സംഗതികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. പക്ഷെ ടു മച്ച് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. വളരെ ഒരിക്കൽ പോലും ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ തോന്നാത്ത രീതിക്കുള്ള പിന്നെ സബ്ജക്ട്സ് ആയിരുന്നു എല്ലാം. അതേപോലെ തന്നെ സബ്ജക്ട്സ് എടുത്തവരെല്ലാവരും തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് വേയിൽ അത്, ഞാൻ UGC നെറ്റ് ഹോൾഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹൗ ടു ടീച്ചും ഹൗ ടു സ്റ്റഡിയും എങ്ങനെ ടീച്ച് ചെയ്താൽ എങ്ങനെ കുട്ടിയുടെ തലയിൽ നിൽക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. അതേ വേയിൽ തന്നെയാണ് നിങ്ങളത് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതും എനിക്ക് ഷാർപ്പായിട്ട് മനസ്സിലായി. എന്നുവെച്ചാൽ ഒരു 3 ദിവസത്തെ പഠിത്തം കൊണ്ട് എല്ലാ സബ്ജക്ട്സും എബോവ് 30 ഒക്കെ വാങ്ങാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. ജസ്റ്റ് പഠിത്തമല്ല, ജസ്റ്റ് നോക്കി നിങ്ങളുടെ ആ വീഡിയോസ് ഇട്ട് കണ്ടുകൊണ്ടേയിരുന്നു. ഈവൻ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ BSNLന്റെ നെറ്റ് ആയതുകൊണ്ട് അവിടെ കിട്ടത്തില്ല. ആ സമയത്ത് മാത്രമാണ് ഞാൻ ലേൺവൈസ് അടച്ചു വെച്ചിട്ട് വേറെ ഇതിലോട്ട് പോയിട്ടുള്ളത്. എനിക്ക് ഒത്തിരിയും സഹായകമായത്, ഞാൻ ജയിച്ചതും മാർക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയതും ഒക്കെ തന്നെ ലേൺവൈസിന്റെ വളരെ ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ആ പഠിപ്പീര് തന്നെയാണ്. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത്രയും സമയം ഇല്ലായിരുന്നെങ്കിലും മെന്റർഷിപ്പ് എടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും പാതിരാത്രിക്ക് ഇരുന്ന് കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ ശരിക്കും ഗോൾഡ് മെഡലിസ്റ്റ് ആകായിരുന്നല്ലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഇത്ര തന്നെ പറയാനുള്ളൂ ഇതിനകത്ത്. പഠിക്കുക എന്നുള്ളത് പ്രായമോ ബാക്കിയോ ഒന്നും ഒരു കഥയല്ല എന്നുള്ളത് വളരെ പണ്ടോട്ടേ പറയുമ്പോഴേ എനിക്ക് അതിശയമായിരുന്നു. പിന്നെ എങ്ങനെ ഇത് പിന്നെ ആരാ ഈ പഠിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ നമ്മളുടെ കോവിഡ് സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ്, ഏറ്റവും നല്ല പോസിറ്റീവ് ഔട്ട്ലുക്കാണ്. പഠിക്കാൻ പറ്റിയവരെല്ലാം, പഠിക്കണം എന്ന ഒരു തോന്നൽ ഉൾവിളി ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഇതിനകത്തൊക്കെ കയറി പഠിച്ചു എന്നുള്ളത്. അതിൽ ഞാനും ഒരു പാർട്ടാണ്. ലേൺവൈസിന്റെ ഹെൽപ്പ് എടുത്ത വ്യക്തിയിൽ ഒരാളാണ് ഞാൻ. ലേൺവൈസ് എന്നെ വളരെ നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഓവറോൾ വ്യൂ ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടി എന്നുള്ളതൊക്കെ വളരെ വലിയ ഒരു ഹെൽപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് ഒരിക്കൽ പോലും പഠിക്കണം എന്നും പറഞ്ഞ് സമയം കണ്ടെത്തി ഇരിക്കാൻ സമയമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ടും നിങ്ങളുടെ ഹെൽപ്പ് കൊണ്ട്, നിങ്ങളുടെ അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള അനാലിസിസും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള ഡിസ്കഷൻസും ഒക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത്, ഇയർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻസും ബാക്കിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ ദ ലേൺവൈസ് ഫോർ മേക്കിംഗ് മീ മൈ ഡ്രീം ട്രൂ ത്രൂ MA സൈക്കോളജി. നമുക്ക് ഒരുപാട് വർക്കിംഗ് വിമണൊക്കെ ഞാൻ അന്ന് വിളിച്ചപ്പോ പറഞ്ഞില്ലേ, അത് ഇതിനകത്ത് പറയാത്തോണ്ടാണ് ഞാനത് പറയാതെ പോയത്. ഞാൻ പറയാം, അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്താല് നമ്മുടെ കുറെ ലേണേഴ്സിന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം ഈ വീട്, അതുപോലെ തന്നെ കുടുംബം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ജോലി എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യുമ്പോൾ എങ്ങനെ പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ചലഞ്ചസും എക്സ്പീരിയൻസ് എന്തായിരുന്നു ഒക്കെ ഉള്ളത്. അത് ഇൻ റിയാലിറ്റി ഞാനിപ്പം പറഞ്ഞതിനകത്ത് തന്നെ പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് അഡീഷണൽ ലോ സെക്രട്ടറിയും രജിസ്ട്രാർ ഓഫ് ബാലാവകാശ കമ്മീഷനും ഒക്കെ ആകുമ്പം എനിക്ക് ഒട്ടും സമയമില്ല എന്നുള്ളത് ഇംപ്ലൈഡ് ആണ് അതിനകത്ത്. പിന്നെ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത്
ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരാഴ്ചയുള്ളപ്പം ലേൺ വൈസ് ഞാൻ നോക്കിയത് എന്റെ ഫോണിൽ കൂടാണ്. അടുക്കളയിലെ ഒരു ഷെൽഫിൽ കൊണ്ടുവച്ച് തൊട്ട് താഴെ ഇരുന്ന് മലക്കറി നിന്നോണ്ട് മലക്കറി അരിയും. അങ്ങനെ എന്റെ ഒരു ഫോൺ മലക്കറി വെള്ളത്തിൽ വീണ് പോയി എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? പിന്നെ എന്ന് പറയുന്നത് പിന്നെ ഇത്രയും തിരക്കോടുകൂടി ഇതെങ്ങനെ സാധിച്ചു പറ്റും എന്നുള്ളത് എനിക്ക് വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. പിന്നെയും ഞാൻ ഓർക്കും ഇത്രയും രൂപ ടെസ്റ്റിനും ഒരു കോഴ്സിനും ഒക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ അതങ്ങ് ഫ്രൂട്ട്ഫുൾ അല്ലാതെ കളയുക എന്നുള്ളത് എന്റെ മനസ്സിൽ ഒരിക്കലും വരുന്ന ഒരു സംഭവമല്ല. ആ ഒരു ഇതിലാണ് ഒരാഴ്ചയുള്ളപ്പം ലേൺ വൈസ് കൊണ്ട് അടുക്കളയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. ഒരാഴ്ചയുള്ളപ്പോഴേ എല്ലാ ദിവസവും രാവിലെ മലക്കറി അരിയുന്നതിനോടൊപ്പം നിങ്ങളുടെ വീഡിയോ കേട്ടുകൊണ്ടിരുന്നു, പഠിച്ചുകൊണ്ടിരുന്നു. അത് വളരെ വലിയൊരു ഇതാണ്. ഒരു പിന്നെ റെഗുലർ നോർമൽ സ്റ്റഡി ആയിരുന്നോ എനിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക തിരക്കുകളുടെ ബാക്കിയായിട്ട് എനിക്ക് ഒരിക്കൽ പോലും ബുക്ക് നേരത്തെ തുറന്ന് നോക്കാനോ അതിനുവേണ്ടി കൂടുതൽ ഇരിക്കാനോ, ഞാൻ എൻ്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ഉച്ചയൂണ് കഴിഞ്ഞിട്ട് വണ്ടിയിൽ പോയി മാർവേനസി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ അതിനുവേണ്ടി ലീവ് എടുക്കാനോ ബാക്കിക്കോ ഒന്നും ഒക്കത്തില്ല. കാരണം അവിടെ എൻ്റെ ഓഫീസിൽ രജിസ്ട്രാർ എന്ന പണിയിൽ ഏറ്റവും വരുന്നതെന്ന് വെച്ചാൽ പബ്ലിക് എന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൊമെന്റ് എനിക്ക് മാറിയിരുന്ന് മറ്റൊരു സംഭവം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കാനോ ഒന്നും പറ്റുന്ന ഒരു സംഭവം ആയിരുന്നില്ല. പരീക്ഷയുടെ അന്ന് ഹാളിൽ കയറി ഇരിക്കുമ്പം പോലും ആൾക്കാർ വിളിച്ചിട്ട് ആൻസർ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാഞ്ഞിട്ട് ഞാൻ ഒരു ഇച്ചിരി കയർത്ത് ഞാൻ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് പരീക്ഷ എപ്പോഴും പരീക്ഷ തന്നെയാണ്. എനിക്കിനി ജോബിന്റെയോ അല്ലെങ്കിൽ ഫാഗന്റോ ഒക്കെ ആണ് എങ്കിലും പരീക്ഷയ്ക്ക് ഒരു പരീക്ഷാർത്ഥിയായിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും ടെൻഷനുണ്ട്. അതുകൊണ്ട് ഇപ്പം ഫോൺ വെക്കൂ, ഞാൻ 4:30 അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് ഫോൺ വെപ്പിക്കേണ്ടി പോലും വന്നിട്ടുണ്ട്. അപ്പോഴും ഒക്കെ ഇവരുടെ ഫോൺ കോള് നോർമലി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയലാണ്. ഹൗ യു ഹാവ് given the subjects, analysis of the subjects by each and every teachers, that made me in this position. പ്രായത്തിന് ഒരിക്കലും പഠനം ഒരു കഥയല്ല എന്ന് പറയുന്നത്. നമ്മൾ ജനിച്ചിടം തൊട്ടും മരിക്കുന്ന മൊമെന്റ് വരെയും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അത് ഈ അക്ഷരപ്പഴുത്തോ അല്ലെങ്കിൽ ഡിഗ്രി സമ്പാദിക്കലോ ബാക്കിയോ ഒന്നുമല്ല. ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ, ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഒരു കുഞ്ഞ് ജീവിയെ കാണുമ്പോൾ, ഒരു സ്ഥലം നമ്മൾ ക്ലീനപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓരോ നമ്മളിലുള്ള സ്കില്ലും എടുത്ത് ഉണർത്തി അതിനെ പൊടി തട്ടി ഉണർത്തിക്കൊണ്ടുവരിക തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോഴും എനിക്ക് അടുത്ത ആഴ്ച പരീക്ഷയുണ്ട്. ഇപ്പോഴും ഞാൻ പരീക്ഷയുടെ സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സാൻസ്ക്രിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കോവിഡ് സിറ്റുവേഷനിൽ തന്നെ ഞാൻ എടുത്ത സംഭവമാണ്. ഇപ്പം ഞാൻ 4ാം ക്ലാസ് ആണ്. അതിൽ കോവിത എന്ന് പറയും. ലേൺ വൈസിന്റെ ഈ MA സൈക്കോളജി കഴിഞ്ഞ ജൂണിൽ എഴുതാമെന്ന് വിചാരിച്ചതാണ് കോവിത. പക്ഷേ MA സൈക്കോളജിയുടെ ഷെഡ്യൂളും ഇതും കൂടെ ഹിറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സാൻസ്ക്രിറ്റ് മാറ്റി വെക്കാം. കാരണം അതിന് പിന്നെ സൈക്കോളജി പഠിക്കുന്നതിനും കാട്ടി ലാംഗ്വേജ് എന്നുള്ള നിലയിൽ അതിന് കുറച്ചുകൂടെ പെയിൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അന്ന് അത് എടുക്കാതെ ഈ ഡിസംബർ 2nd വീക്കിൽ ഞാൻ എഴുതാൻ പോകുന്നു. എല്ലാ മൊമെന്റും ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് വൺസ് ലൈഫ് ടു ടിൽ ദ എൻഡ് ഓഫ് അവർ ഫിസിക്കൽ ലൈഫ്. അപ്പോഴും നമ്മൾ ഓരോ മൊമെന്റിൽ നിന്നും, ഓരോ സൈറ്റിൽ നിന്നും, ഓരോ സ്പർശനത്തിൽ നിന്നും, ഓരോ ശ്വസനത്തിൽ നിന്നും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് പഠിക്കുക എന്നുള്ളത് ഒരിക്കലും പണ്ടെന്റെ ഗുരുനാഥന്മാരൊക്കെ പറയുമായിരുന്നു, എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, സ്റ്റുഡന്റ് ലൈഫിലോളം ഇത്രയും നല്ല ഒരു സംഭവം വേറെ ഇല്ല. നിങ്ങളൊക്കെ എന്തിങ്ങനെ ഉഴപ്പുന്നതെന്നൊക്കെ അമ്മ ചിലപ്പോഴേ മാർക്ക് കുറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ അമ്മ ഒന്ന് വഴക്ക് പറയുമ്പോൾ ശരിക്ക് ദേഷ്യം വരും. എന്നിട്ട് ഞാൻ അമ്മയോട് പറയും, പിന്നെ ഇപ്പൊ എങ്ങനെയെങ്കിലും പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ബുക്ക് പോലും തുറക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ബട്ട് ജീവിതത്തിലോട്ട് ഇറങ്ങി പിന്നെ ലൈഫിന്റെ പല പല ടീച്ചിങ്ങും വന്നപ്പോൾ പഠിത്തം എല്ലാത്തിൽ നിന്നും നമ്മളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു വെപ്പൺ ആണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ജീവിതഗതിയിൽ
പലപ്പോഴും നമ്മൾ ആരും അല്ലാതെ ഒലഞ്ഞും ഉഴഞ്ഞും ഒക്കെ പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ, പ്രത്യേകിച്ചും ലേഡീസ് ആവുമ്പം അവർക്ക് പല തലങ്ങളിൽ നിന്നുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അത് നമ്മളുടെ ജീവിതത്തിനെയും ആരോഗ്യത്തിനെയും ചിന്താഗതിയെയും ഒക്കെ പിടിച്ചു ഉലർത്തി അത് ഒരു വല്ലാത്ത സ്റ്റേറ്റിൽ നിന്നും മാറി കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള പഠനങ്ങൾ വളരെ നല്ലതാണ്. കാരണം വി ഹാവ് നോ ടൈം ടു സ്പെയർ എന്നാവുമ്പം മാത്രമേ നമ്മളുടെ വേണ്ടാത്ത ചിന്താഗതികൾ, ഈ സ്ട്രെസ്സും സ്ട്രെയിനും വരുന്ന സംഭവങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ടും ഒരു വാഗ്വാദത്തിനോ പിണക്കത്തിനോ അല്ലെങ്കിൽ മറ്റൊരു സംഭവങ്ങൾക്കോ ഒന്നും പോകേണ്ടി വരത്തില്ല. ശരിക്കും പിന്നെ വിഷമിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ പോലും അവർക്കും ഇതൊരു നല്ല വെപ്പണാണ് എന്ന് ഞാൻ പറഞ്ഞു തരിക തന്നെയാണ്.